ഫാറ്റി ലിവർ ഇന്ന് പലരെയും അലട്ടുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. എളുപ്പം ചെയ്യാവുന്ന ജീവിതശൈലി വ്യതിയാനങ്ങളിലൂടെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇനി എന്താണ് ഫാറ്റി ലിവർ എന്ന് നോക്കാം. കരളിൽ കൊഴുപ്പടിയൽ എന്ന് ലളിതമായി പറയാം. ഫാറ്റി ലിവർ ഉള്ള എല്ലാവർക്കും ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലരിൽ കരളിൽ നിറയുന്ന കൊഴുപ്പിന്റെ പ്രവർത്തനം മൂലം കോശങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും. അത് പിന്നീട് ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കും. ഫാറ്റി ലിവറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റി ലിവർ പ്രധാനമായും രണ്ടു തരത്തിലാണുള്ളത്. മദ്യപിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഫാറ്റി ലിവറും മദ്യപാനം മൂലം അല്ലാതെ വരുന്ന ഫാറ്റി ലിവറും ഉണ്ട്. ഫാറ്റി ലിവറിന്റെ പ്രധാന കാരണമാണ് ആദ്യത്തേത്. സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ 90% പേരിലും ഈ രോഗാവസ്ഥ കാണപ്പെടുന്നുണ്ട്. മദ്യപിക്കുന്നവരിൽ മാത്രമല്ല, ജീവിതശൈലിയിലെ ക്രമക്കേടുകൾ കൊണ്ട് മദ്യപിക്കാത്തവരിലും ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട്. ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് അറിയപ്പെടുന്നത്. അനിയന്ത്രിതമായ പ്രമേഹം, അമിതവണ്ണം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവയൊക്കെ മദ്യപിക്കാത്തവരിലെ ഫാറ്റി ലിവറിന് വഴിയൊരുക്കുന്ന ഘടകങ്ങളാണ്. കരളിൽ ഉണ്ടായേക്കാവുന്ന ഒത്തിരി രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായും ഫാറ്റി ലിവർ കാണപ്പെടാറുണ്ട്. ഉദാഹരണമായിട്ട് ഹെപ്പറ്റൈറ്റിസ് സി, വിൽസൺസ് ഡിസീസ് തുടങ്ങിയ ചില അപൂർവ കരൾ രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായും ഫാറ്റി ലിവർ കാണപ്പെടാറുണ്ട്. ചില മരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗവും ഫാറ്റി ലിവറിന് സാധ്യത കൂട്ടും. അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പട്ടിണി കിടക്കുമ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാകാം. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവർ ഉൾപ്പെടെ മിക്ക കരൾ രോഗങ്ങൾക്കും പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മെഡിക്കൽ ചെക്കപ്പിന്റെ ഭാഗമായോ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. പക്ഷേ രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രം ചില ലക്ഷണങ്ങൾ കണ്ടേക്കാം. അടിവയറ്റിൽ വേദന, തലചുറ്റൽ, ക്ഷീണം, അസ്വസ്ഥത, ഭാരക്കുറവ് എന്നിവ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. സാധാരണ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് ഫാറ്റി ലിവർ ആദ്യം കണ്ടെത്തുന്നത്. രക്തപരിശോധന ചെയ്താൽ തീവ്രത കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും. വേണ്ടി വന്നാൽ ലിവർ ബയോപ്സിയും ചെയ്യാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ലിവർ എൻസൈമുകളുടെ അളവുകൾ സാധാരണത്തെക്കാൾ കൂടുതൽ കാണുന്നത് കരൾ തകരാറുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. ഇനി ഫാറ്റി ലിവർ സിറോസിസ് ആകുമോ എന്നാണ് മറ്റൊരു ചോദ്യം. സാധാരണഗതിയിൽ ഫാറ്റി ലിവർ അപകടകാരിയല്ല. എന്നാൽ ഒരാൾക്ക് ഫാറ്റി ലിവർ എന്ന അവസ്ഥ ഉണ്ടായിരിക്കെ LFTയിൽ അപാകതയുണ്ടാവുകയും ചെയ്താൽ ഭാവിയിൽ അത് ഗുരുതരമായ കരൾ രോഗങ്ങൾക്ക് കാരണമായേക്കാം. പരിഹരിക്കാൻ കഴിയാത്ത വിധം കരളിൽ ഉണ്ടാകുന്ന കേടുപാടാണ് ലിവർ സിറോസിസ് എന്ന രോഗം. ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ കരളിനെ ചികിത്സിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കണ്ടുപിടിച്ചാൽ കരളിന് വിശ്രമം കൊടുത്ത് പഴയതുപോലെ ആക്കാൻ ശ്രമിക്കണം. ഇനി ഫാറ്റി ലിവർ എങ്ങനെയാണ് ചികിത്സിക്കുക? ഫാറ്റി ലിവർ എന്ന രോഗത്തെ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാനാവില്ല. ഭക്ഷണ വ്യായാമ പ്ലാനുകളിലൂടെ ചികിത്സിക്കുക. ഇനി ഫാറ്റി ലിവർ രോഗമുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് നോക്കാം. ഫാറ്റി ലിവർ രോഗമുള്ളവർ മധുരമുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, സ്വീറ്റ്സ് പോലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. മറ്റൊന്ന്, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ദോഷകരമാണ്. ഇറച്ചി, ചീസ്, പനീർ പോലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ഫാറ്റി ലിവർ രോഗമുള്ള ഒരാൾ ഒരു കാരണവശാലും കുറച്ചുപോലും മദ്യപിക്കാൻ പാടില്ല. അതുപോലെ പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കുക. ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർ എണ്ണയിലുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കുക. മദ്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. സ്വയം ചികിത്സ ഒഴിവാക്കുക. ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കരുത്, പ്രത്യേകിച്ചും വേദന സംഹാരികൾ ഒഴിവാക്കുക. ഇനി ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. മറ്റൊന്ന്, അമിതവണ്ണം കുറയ്ക്കുക. അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെയും കൊളസ്ട്രോളിന്റെയും അളവുകൾ കൃത്യമായി നിലനിർത്തുന്നത് വഴി ഫാറ്റി ലിവർ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ പഴങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ ഇവ ഉൾപ്പെട്ട നാരുകളുള്ള ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുക. കൂടാതെ omega-3 അടങ്ങിയ പച്ചക്കറികളും മത്സ്യങ്ങളും ചില നട്ട്സുകളും കരളിന്റെ ആരോഗ്യം കാക്കാൻ മികച്ചതാണ്. കരൾ രോഗം കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക. ഫാറ്റി ലിവർ വരാതെ നോക്കുകയാണ് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.